കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറും തമ്മിൽ തർക്കമാണെന്ന മാധ്യമ വാർത്തകൾക്ക് ഇന്ന് വിരാമം കുറിച്ചിരിക്കുകയാണ്. ഇരുവരും ഒരുമിച്ചിരുന്ന് സിദ്ധരാമയ്യയുടെ വസതിയായ കാവേരി ഹൗസിൽ നിന്നും രാവിലെ പ്രാതൽ കഴിച്ചതോടുകൂടി ആ കള്ള വാർത്തയുടെ ആയുസ്സും അവസാനിച്ചിരിക്കുന്നു. കർണാടകയിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. മലയാള മാധ്യമങ്ങളും ഒട്ടും പിന്നിലായിരുന്നില്ല. DK ശിവകുമാർ പാർട്ടി വിട്ടു പോകുമെന്നടക്കം കള്ളവാർത്ത പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ഇരുവരും നൽകിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ കർണാടകയിൽ BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത നേതാക്കളാണ് സിദ്ധരാമയ്യയും DK ശിവകുമാറും. ഇരുവരും ചേർന്ന കർണാടകയിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാധീനമുള്ള കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് വലിയ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കേണ്ടത് കാര്യം BJPക്കുണ്ട്. കാരണം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ കർണാടകയിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച ഇരു നേതാക്കന്മാരെയും തമ്മിലടിപ്പിച്ച് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുമെന്നതായിരുന്നു BJPയുടെയും ഒരു സംഘം BJP അനുകൂല മാധ്യമങ്ങളുടെയും ലക്ഷ്യം. എന്നാൽ അതെല്ലാം പൊളിച്ചു കൊടുത്തിരിക്കുകയാണ് ഇരുവരും ചേർന്ന്. കനകപുരയിലെ കിരീടം വെക്കാത്ത രാജാവായ DK ശിവകുമാർ BJPയോട് നേർക്കുനേർ പോരാടുന്ന നേതാവാണ്. അദ്ദേഹത്തിന് എതിരാളികളെന്നും BJP മാത്രമാണ്. BJPയുടെ മണി പവർ രാഷ്ട്രീയത്തെയും മസിൽ പവർ രാഷ്ട്രീയത്തെയും അതേ രൂപത്തിൽ പ്രതിരോധിക്കാനും എതിർത്ത് ചെറുത്തു തോൽപ്പിക്കാനും തന്റെ ഇടമുള്ള DK ശിവകുമാറിനെ തകർക്കുക എന്നത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. മറുഭാഗത്ത് സിദ്ധരാമയ്യ കർണാടകയിലെ സാധാരണക്കാരായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ദളിത് പിന്നോക്ക ആദിവാസി വിഭാഗങ്ങളുടെയും കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ കാത്തു സംരക്ഷിക്കുന്ന നേതാവാണ്. സിദ്ധരാമയ്യയെ തകർക്കാൻ പഠിച്ച പണി 18 BJPയും ജനതാദളസും ഒരുമിച്ച് ചേർന്ന് നടത്തിയിട്ടും അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ BJPക്കും ജനതാദളിനും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ജനതാദളിന്റെ തട്ടകമായിരുന്ന മൈസൂർ മേഖലകളിൽ ജനതാദളിന്റെ അപ്രമാദിത്വം പൂർണ്ണമായും ഇല്ലാതാക്കി കോൺഗ്രസിന്റെ ത്രിവർണ പതാക പറപ്പിച്ച നേതാവ് കൂടിയാണ് സിദ്ധരാമയ്യ. എന്തായാലും കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അജയ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ ഇന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞത്. ആ പ്രഖ്യാപനം ഉയർത്തിപ്പിടിക്കുമ്പോൾ കർണാടകയിലെ രാഷ്ട്രീയ എതിരാളികളായ BJPയുടെ ചങ്കിടിപ്പ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് BJPയുടെ മണി പവർ മസിൽ പവർ രാഷ്ട്രീയത്തെ നേരിടുന്ന DK ശിവകുമാറിനെ കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടിക്കാമെന്ന് സ്വപ്നം കണ്ട BJPക്കാർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇരുവരും ചേർന്ന് നൽകിയത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ തട്ടകമായ കർണാടകയിൽ കോൺഗ്രസിന് ഒരു പോറലേൽപ്പിക്കാൻ ഒരു നേതാവും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. ജനക്ഷേമ പദ്ധതികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയുടെ തേര് തെളിക്കാൻ DK ശിവകുമാറും ഭരണചക്രം തിരിക്കാൻ സിദ്ധരാമയ്യയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തെ കർണാടകയിൽ തകർത്തെറിയാമെന്ന് BJPക്കാർ സ്വപ്നം കണ്ടാൽ അത് വെറുതെയാണ്. കർണാടകയിൽ BJPയെ സധൈര്യം നേരിട്ട മതേതര ജനാധിപത്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് തല ഉയർത്തി തന്നെ ഉണ്ടാവും.